ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ അവസാന ആഴ്ചയിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഫിനാലെ വീക്കിലോട്ട് ആരൊക്കെ എത്തുന്ന അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. ആരായിരിക്കും കപ്പ് സ്വന്തമാക്കാൻ സാധ്യതയെന്നും ആരൊക്കെ ടോപ്പ് 5 എത്തുന്നൊക്കെ നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 7 പേരാണ് ഹൗസിൽ ബാക്കി നിൽക്കുന്നത്. ബാക്കി എവിക്റ്റ് ആയി പോയിട്ടുള്ള കണ്ടസ്റ്റന്റുകൾ ഹൗസിലോട്ട് കയറിയിട്ടുണ്ട്. വൻ വെറുപ്പേര് തന്നെയാണ് ഇപ്പോൾ എപ്പിസോഡിനടക്കം കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് പഴയ കണ്ടസ്റ്റന്റ് ഇനിയും ബിഗ് ബോസ് ഹൗസിലോട്ട് കയറ്റേണ്ട കാര്യമില്ലായിരുന്നെന്ന് തോന്നി. എന്തൊക്കെയാണ് കണ്ടന്റിന് വേണ്ടിയായിരിക്കാം. എന്തൊക്കെയാണ് നമുക്ക് ചൊവ്വാഴ്ച വൈകുന്നേരം വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന അനുമോളെ തന്നെയാണ്. 44,695 വോട്ടോട്ട് അനുമോൾ നല്ല മുന്നേറ്റം തന്നെയാണ് ഓരോ മണിക്കൂർ കഴിയുന്നവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അനീഷേട്ടനെ പോലും അട്ടിമറിക്കാൻ അനുമോൾക്ക് സാധിച്ചപ്പോൾ 2ാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് അനീഷേട്ടൻ. നേരിയ ഡിഫറൻസിലാണ് അനീഷേട്ടൻ നിൽക്കുന്നത്. എന്തൊക്കെയാണ് എവിക്റ്റായി പോയവരെല്ലാം തിരിച്ചു വന്നുകൊണ്ട് തന്നെ അനീഷേട്ടന് കാര്യമായിട്ടുള്ള യാതൊരുവിധ ചലനങ്ങളും അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് പോലും ഇപ്പൊ കിട്ടത്തില്ല. അതായിരിക്കും വോട്ടിംഗ് ഇടിവിന്റെ കാരണം. 41,056 വോട്ടുമായിട്ട് 2ാം സ്ഥാനത്ത് സേഫ് ആയിട്ട് നിൽക്കുമ്പോൾ 3ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന നെവിനാണ്. എങ്കിലും ടോപ്പ് 5 എത്താൻ സാധ്യതയുണ്ട്. 33,783 വോട്ടുകളോളം നെവിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വരും മണിക്കൂർ ഒരുപക്ഷെ അട്ടിമറി നടത്താനും താഴെ പോകാനും സാധ്യതയുള്ളൂ. അപ്പം 4ാം സ്ഥാനത്ത് ഷാനവാസിക്കാൻ തുടരുകയാണ്. ഷാനവാസിക്കാൻ ടോപ്പ് 5 എത്തുന്ന നമുക്ക് തോന്നുന്നുണ്ട്. ആദ്യ വോട്ടിംഗ് എത്താൻ തുടങ്ങിയപ്പോൾ മുതൽ ഷാനവാസിക്ക് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. 28,568 വോട്ടുകളും സ്വന്തമാക്കി 4ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 5ാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന നൂറയാണ്. ടോപ്പ് 5 എത്താൻ പോകുന്ന ആതിര നൂറ ജോഡികളിൽ നൂറ തന്നെയെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കാം. കാരണം വോട്ടിംഗ് വളരെയധികം പിന്നിലാണ് ആതിര. 5ാം സ്ഥാനത്ത് നൂറ 22,497 വോട്ടുകൾ സ്വന്തമാക്കി മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന അക്ബറിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 6ാം സ്ഥാനത്താണ് അക്ബർ. ഒരുപക്ഷെ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ മാറി മറിഞ്ഞാൽ ടോപ്പ് 5 അക്ബറും ഉണ്ടാകും. കപ്പ് പോലും അക്ബറിന് നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. 21,786 വോട്ടുകൾ സ്വന്തമാക്കാൻ അക്ബറിന് സാധിച്ച 6ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള 7ാം സ്ഥാനത്ത് ആതിരേനെയാണ് കാണാൻ സാധിക്കുന്നത്. 18,344 വോട്ടുകൾ മാത്രമാണ് ആതിരയ്ക്ക് 1 മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് പൂമ്പാറ്റുകളിൽ ആതിര പുറത്താകുകയും നൂറ ടോപ്പ് 5 എത്തുകയും ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് അൺപ്രഡിക്റ്റബിൾ ആണ് കാര്യങ്ങൾ. പ്രവചനാതീതമായിട്ട് മാറുന്നതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ സംഭവിക്കാം. ലഭ്യമാകുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും വോട്ടിംഗ് മാറി മറിയാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളായിരുന്നു നമ്മുടെ ജിസേൽ വിക്റ്റായി പോയതും ആര്യന് വിക്റ്റായി പോയതൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി ആരാണോ മികച്ച കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ആരാണോ കപ്പ് ഉയർത്താൻ യോഗ്യരെന്ന് നോക്കി അവർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ആരായിരിക്കും ഈ ഒരു സീസണിൽ കപ്പ് ഉയർത്തുന്നതെന്നൊക്കെ. മിഡ് വീക്ക് വീക്ഷണമൊക്കെ നാളെ ആയിരിക്കും ഒരുപക്ഷെ നടക്കാൻ സാധ്യത. അപ്പോൾ ആര് പുറത്താകും നമുക്ക് കണ്ടു തന്നെ അറിയാം. നിലവിലെ വോട്ടിംഗ് വെച്ച് പരിശോധിക്കുമ്പോൾ അക്ബറും ആതിരയും പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആതിര നൂറ ഇവരുടെ ആര് വേണമെങ്കിലും പുറത്തു പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാത്തിരിക്കുക നിർണായകമായിട്ട് മാറുന്ന 1 മണിക്കൂർ വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക.